നമസ്തേ, റിയൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 7ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിയുമെങ്കിൽ എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വാക്യങ്ങളെല്ലാം എഴുതിയെടുത്ത് സംസാരിക്കാനായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അരുൺ അപ്പ് എന്ന് ചോദിച്ചാലും അരുൺ ഗോട്ട് അപ്പ് എന്ന് ചോദിച്ചാലും അരുൺ എഴുന്നേറ്റോ അല്ലെങ്കിൽ അരുൺ ഉണർന്നെഴുന്നേറ്റോ എന്നാണ് ചോദ്യം. ഇത് പൂർണ്ണമായിട്ട് ചോദിക്കുമ്പോൾ അരുൺ അപ്പ് എന്നതിന് ഈസ് അരുൺ അപ്പ് എന്നാണ് ചോദിക്കേണ്ടത്. അരുൺ ഗോട്ടപ്പ് എന്നതിന് ഹാസ് അരുൺ ഗോട്ടപ്പ് എന്നോ ഡിഡ് അരുൺ ഗെറ്റപ്പ് എന്നോ ചോദിക്കാം. ഇനി ഇല്ല ഉറങ്ങുകയാണ് എന്ന് നമുക്ക് മറുപടി പറയണമെങ്കിൽ നോ എസ്ലീപ്പ് എന്നോ അല്ലെങ്കിൽ നോ സ്ലീപ്പിംഗ് എന്നോ പറയാം. ഈ നോ എസ്ലീപ്പ് എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം നോ ഹി ഈസ് എസ്ലീപ്പ് എന്നാണ്. നോ സ്ലീപ്പിംഗ് എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പൂർണ്ണരൂപം നോ ഹി ഈസ് സ്ലീപ്പിംഗ് എന്നാണ്. അസ്ലീപ്പ് സാധാരണ ഇംഗ്ലീഷുകാർ സ്ലീപ്പിങ്ങിന് പകരം അസ്ലീപ്പാണ് ഉപയോഗിക്കാറ്. ഇനി ഇപ്പോഴും ഉറങ്ങുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിൽ സ്റ്റിൽ അസ്ലീപ്പ് എന്നോ സ്റ്റിൽ സ്ലീപ്പിംഗ് എന്നോ പറയാം. സ്റ്റിൽ അസ്ലീപ്പ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഹി ഈസ് അസ്ലീപ്പ് എന്നാണ്. ഹി ഈസ് സ്റ്റിൽ അസ്ലീപ്പ് എന്നാണ്. സ്റ്റിൽ സ്ലീപ്പിംഗ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഹി ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ് എന്നാണ്. ഇനി അടുത്തത് എന്താ വൈകിയേ എന്ന് ചോദിക്കാൻ വൈ ലേറ്റ് എന്ന് ചോദിച്ചാൽ മതി. വൈ ലേറ്റ്. ഇത് നമ്മൾ പൂർണ്ണമായിട്ട് പറയണമെന്നുള്ള ആളുകൾക്ക് വൈ ആർ യു ലേറ്റ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് മഴ കാരണം ഉറങ്ങിപ്പോയി എന്നോ അല്ലെങ്കിൽ മഴ കാരണം ഉണരാൻ പറ്റിയില്ല എന്നോ ആണ് മറുപടി പറയേണ്ടതെങ്കിൽ കുഡിൻ ബി അപ്പ് ബിക്കോസ് ഓഫ് റെയിൻ എന്നാണ് പറയേണ്ടത്. കുഡിൻ ബി അപ്പ് ബിക്കോസ് ഓഫ് റെയിൻ. അല്ലെങ്കിൽ നമുക്ക് കുഡിൻ ഗെറ്റ് അപ്പ് ബിക്കോസ് ഓഫ് റെയിൻ എന്ന് പറയാം. ഇത് കുഡിൻ ബി അപ്പ് ബിക്കോസ് ഓഫ് റെയിൻ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഐ കുഡിൻ ബി അപ്പ് ബിക്കോസ് ഓഫ് റെയിൻ എന്നാണ്. അതുപോലെ കുഡിൻ ഗെറ്റ് അപ്പ് ബിക്കോസ് ഓഫ് റെയിൻ എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം ഐ കുഡിൻ ഗെറ്റ് അപ്പ് ബിക്കോസ് ഓഫ് റെയിൻ എന്നാണ്. ഇതിൽ ഉറങ്ങിപ്പോയി എന്നും അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റിയില്ല എന്നും അർത്ഥം വരുന്നത് കുഡിൻ ബി അപ്പിനും അതുപോലെ തന്നെ കുഡിൻ ഗെറ്റ് അപ്പിനുമാണ്. ഇനി ബസ് കിട്ടിയില്ല എന്നാണ് നമ്മുടെ മറുപടിയെങ്കിൽ ഡിൻ ഗെറ്റ് ബസ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് മിസ്ഡ് ബസ് എന്ന് പറയാം. ബസ് മിസ്സായി എന്നുള്ള അർത്ഥത്തിൽ. ഈ ഡിൻ ഗെറ്റ് ബസ് എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം ഐ ഡിൻ ഗെറ്റ് ദ ബസ് എന്നും മിസ്ഡ് ബസ് എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം ഐ മിസ്ഡ് ദ ബസ് എന്നുമാണ്. ഇനി അടുത്തത് ഗെറ്റിന് കിട്ടുക എന്ന ഒരർത്ഥം കൂടി ഉണ്ട്. പിന്നെ ഒരർത്ഥമല്ല, കുറേ അർത്ഥങ്ങളുണ്ട്. അതിൽ അടുത്ത പ്രധാനപ്പെട്ട അർത്ഥം കിട്ടുക എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥമാണിത്. അപ്പോൾ ഗോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടി എന്നർത്ഥം. ഇനി കിട്ടിയോ എന്ന് ചോദിക്കാൻ അത് തന്നെ ചോദിച്ചാൽ ഗോട്ട് എന്ന് തന്നെ ചോദിച്ചാൽ കിട്ടിയോ എന്നും ആകും. തൽക്കാലം നമ്മൾ ഗ്രാമർ ചേർക്കാതെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചു പോകാം. സംഭാഷണത്തിൽ ഗ്രാമർ ചേർക്കാത്താണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇനി ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് കിട്ടി എന്നർത്ഥം. ഇതുപോലെ ഐ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടി, യു ഗോട്ട് ഇറ്റ് നിങ്ങൾക്കത് കിട്ടി അല്ലെങ്കിൽ നിനക്കത് കിട്ടി, ഹി ഗോട്ട് ഇറ്റ് അവനത് കിട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് കിട്ടി. അങ്ങനെ നമുക്ക് പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നേരത്തെയുള്ള വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് തന്നെ ചോദ്യമായിട്ട് ഐ ഗോട്ട് ഇറ്റ് എനിക്കത് കിട്ടിയോ, യു ഗോട്ട് ഇറ്റ് നിനക്കത് കിട്ടിയോ, ഹി ഗോട്ട് ഇറ്റ് അവനത് കിട്ടിയോ എന്നുള്ള രീതിയിലും നമുക്ക് ചോദിക്കാം. ഇനി ഗോട്ട് എ ടിക്കറ്റ്, ഒരു ടിക്കറ്റ് കിട്ടി എന്ന് പറയാം. ഗോട്ട് എ ടിക്കറ്റ്, ഒരു ടിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഗോട്ട് എ ടിക്കറ്റ് ഫോർ ദ മാച്ച് കാണാൻ ഒരു ടിക്കറ്റ് കിട്ടി. അല്ലെങ്കിൽ ഗോട്ട് എ ടിക്കറ്റ് ഫോർ ദി മൂവി കാണാനായിട്ട് ടിക്കറ്റ് കിട്ടി എന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ഇനി ഗോട്ട് ₹500. ഈ ഗോട്ട് ₹500 എന്ന് നമ്മൾ എഴുതുമ്പോൾ റുപ്പീസ് ആദ്യമാണ് എഴുതണമെങ്കിലും അത് പറയുമെന്ന സമയത്ത് നമ്മൾ ഗോട്ട് ₹500 എന്നാണ് പറയേണ്ടത്. ഗോട്ട് ₹500. അപ്പോൾ എനിക്ക് 500 രൂപ കിട്ടി എന്നർത്ഥം. ഇനി ഗോട്ട് ഓൺലി ₹500, എനിക്ക് 500 രൂപയെ കിട്ടിയുള്ളൂ.
he got only 50,000 rupees for his old car. അയാളുടെ പഴയ കാറിന് അയാൾക്ക് 50,000 രൂപയെ കിട്ടിയുള്ളൂ. വാട്ട് യു ഗോട്ട് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്താണ് കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്നർത്ഥം. ഇനി അത് നമുക്ക് യു ഗോട്ട് വാട്ട് എന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതിനും അത് തന്നെ അർത്ഥം. ഇനി യു ഗോട്ട് എനിത്തിങ് എന്നോ യു ഗോട്ട് സംതിങ് എന്നോ നമുക്ക് ചോദിക്കാം. സാധാരണ രീതിയിൽ സംതിങ് എന്നുള്ള ചോദ്യം സംതിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കിട്ടി എന്നുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുമ്പോഴാണ് നമ്മൾ സംതിങ് ചോദിക്കുക. അല്ലെങ്കിൽ സാധാരണ ചോദിക്കുമ്പോൾ എനിത്തിങ്. പക്ഷേ നമ്മളതിനെക്കുറിച്ച് വരേണ്ട ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഗോട്ട് എനിത്തിങ് എന്നോ ഗോട്ട് സംതിങ് എന്നോ ചോദിക്കാം. ഓക്കെ. ഇതുപോലെ യു ഗോട്ട് എ ജോബ്, നിങ്ങൾക്കൊരു ജോലി കിട്ടിയോ, നിനക്കൊരു ജോലി കിട്ടിയോ. യു ഗോട്ട് പ്രൊമോഷൻ, നിനക്ക് പ്രൊമോഷൻ കിട്ടിയോ. യു ഗോട്ട് ദ മെസ്സേജ്, നിനക്ക് മെസ്സേജ് കിട്ടിയോ. യു ഗോട്ട് ദ ഹിൻഡ്, നിനക്ക് സൂചന വല്ലതും കിട്ടിയോ. ഇതൊക്കെ നമുക്ക് ചോദിക്കാം. അതുപോലെ ബസ് കിട്ടി, ട്രെയിൻ കിട്ടി, ഫെറി കിട്ടി, ഫെറി കിട്ടി, ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് ഗോട്ട് ദ ബസ്, ഗോട്ട് ദ ട്രെയിൻ, ഗോട്ട് ദ ഫെറി, ഇതൊക്കെ പറയാം. ഇനി ഇതിനൊരു ഉദാഹരണമായിട്ട് യു ഗോട്ട് ദ ബസ്, നിനക്ക് ആ ബസ് കിട്ടിയോ. എന്നുള്ളതിന് ദായാണ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യു ഗോട്ട് ദ ബസ്, നിനക്ക് ആ ബസ് കിട്ടിയോ. ഉത്തരം പറയുന്നു, മറുപടി പറയുന്നത് നോ ജസ്റ്റ് മിസ്ഡ്, ഐ ടുക്ക് എ ടാക്സി. നോ, ഇല്ല, ജസ്റ്റ് മിസ്ഡ്, ഓടി വന്നപ്പോഴേക്കും പോയി. ഐ ടുക്ക് എ ടാക്സി, ഞാനൊരു ടാക്സി വിളിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി എത്ര കിട്ടണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ഒരാളോട് ഒരു എന്തെങ്കിലും വിൽക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കണം, നിങ്ങൾക്ക് എത്ര കിട്ടണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ചോദിക്കാൻ ഹൗ മച്ച് യു എക്സ്പെക്ട് ടു ഗെറ്റ് എന്നാണ് ചോദിക്കേണ്ടത്. ഹൗ മച്ച് യു എക്സ്പെക്ട് ടു ഗെറ്റ്. ഇതിൽ ഹൗ മച്ച് എന്നുള്ളതിന് എത്ര എന്നും എത്രയാണ് എന്നും അർത്ഥമുണ്ട്. ഇനി ഞങ്ങൾക്ക് അതവിടെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം പറയുന്ന സമയത്ത് ഞങ്ങൾക്കതിവിടെ അവിടെ വലിയ വിലയാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പറയാം ഞങ്ങൾക്കതവിടെ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ കിട്ടുന്നുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ഇറ്റ് ഫ്രീ ഹിയർ എന്നാണ് പറയേണ്ടത്. വി ഗെറ്റ് ഇറ്റ് ഫ്രീ ഹിയർ. ഇനി ഇതിലും കുറച്ച് വില കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾക്ക് അത് ആ കടയിൽ കിട്ടും എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നെങ്കിൽ വി ഗെറ്റ് ഇറ്റ് ചീപ്പ് എന്നാണ്. വി ഗെറ്റ് ഇറ്റ് ചീപ്പ് ഫ്രം ദാറ്റ് ഷോപ്പ് എന്നാണ് പറയേണ്ടത്. ഇതിൽ ഗെറ്റ് ഇറ്റ് ചീപ്പ് എന്നുള്ളതിന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്നർത്ഥം. ഇത് സാധാരണ രീതിയിൽ ഞാനവിടെ വി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ ആ വിക്ക് പകരം യു എന്നാണ് പറയുക. യു ഗെറ്റ് ഇറ്റ് ചീപ്പ് ഫ്രം ദാറ്റ് ഷോപ്പ് എന്നായിരിക്കും പറയുക. ആ യുവിനും വി അല്ലെങ്കിൽ നമ്മൾക്ക് എന്ന് തന്നെയാണ് അർത്ഥമുള്ളത്. ഇനി ഗെറ്റിന് മനസ്സിലാകുക എന്ന് മറ്റൊരു അർത്ഥമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇറ്റ് കൂടി ചേർത്തിട്ടാണ് പൊതുവേ ഇംഗ്ലീഷുകാർ അത് ഉപയോഗിക്കുക. ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രേസാണ്. ഗെറ്റ് ഇറ്റ് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഗോട്ട് ഇറ്റ് മനസ്സിലായോ. ഡിൻ ഗെറ്റ് ഇറ്റ് മനസ്സിലായില്ല എന്നർത്ഥം. ഇനി ഗെറ്റിന് കൊണ്ടുവരിക അല്ലെങ്കിൽ എടുത്തുകൊണ്ടുവരിക എന്ന് മറ്റൊരർത്ഥമുണ്ട്. അപ്പോൾ ഗോ ആൻഡ് ഗെറ്റ് മീ എ ക്ലോത്ത്. വുഡ് യു, അതായത് പോയി ഒരു തുണി എടുത്തുകൊണ്ട് വരൂ. ഇവിടെ വുഡ് യു എന്നുള്ളതിന് പറ്റുമോ സാധിക്കുമോ എന്നർത്ഥം. ഇപ്പോൾ ഒരു തുണി എടുത്തുകൊണ്ട് വരൂ, പറ്റുമോ എന്നുള്ള ചോദ്യമാണത്. ഇനി ഗെറ്റിന് കൂട്ടിക്കൊണ്ടുവരിക എന്ന് ഒരർത്ഥമുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം എന്തിനാണ് അയാളെ നീ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് വൈ യു ടുക്ക് ഹിം ഹോം എന്ന് ചോദിച്ചാൽ മതി. വൈ യു ടുക്ക് ഹിം ഹോം. ഇത് നമ്മൾ പൂർണ്ണമായിട്ടും ഗ്രാമറൊക്കെ ചേർന്ന് പറയുകയാണെങ്കിൽ വൈ ഡിഡ് യു ടേക്ക് ഹിം ഹോം എന്നാണ് പറയേണ്ടത്. സംഭാഷണത്തിൽ വൈ യു ടുക്ക് എന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി ഗെറ്റിനെ പോയി കൂട്ടിക്കൊണ്ടുവരിക എന്ന മറ്റൊരർത്ഥമുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ബിസി നൗ, ബിസി ആണോ, നിങ്ങൾ തിരക്കിലാണോ. അതിൻ്റെ പൂർണ്ണരൂപം ബിസി നൗ എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം ആർ യു ബിസി നൗ എന്നാണ്. മറ്റേ ആൾ മറുപടി പറയുന്നു യെസ് ഗോ ടു ഗെറ്റ് മൈ കിഡ്സ് ഫ്രം സ്കൂൾ. അതെ, എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണം, സ്കൂളിൽ പോയി കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് അതിൻ്റെ ഉത്തരം. അവിടെ പൂർണ്ണമായിട്ടത് പറയുകയാണെങ്കിൽ ഐ ഹാവ് ടു ഗെറ്റ് മൈ കിഡ്സ് ഫ്രം സ്കൂൾ എന്നാണ് പറയേണ്ടത്. ഇനി ഗെറ്റിന് ശിക്ഷ കിട്ടുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അത് നമുക്ക് നാടൻ പ്രയോഗത്തിൽ എനിക്ക് പണി കിട്ടി എന്നൊക്കെ പറയണത് അവിടെ ഉപയോഗിക്കാം. ഐ ഗോഡ് ഫോർ ദാറ്റ്, എനിക്കതിന് ശിക്ഷ കിട്ടി, അല്ലെങ്കിൽ എനിക്കതിന് പണി കിട്ടി എന്ന് പറയുന്നിടത്ത് ഐ ഗോഡ് ഫോർ ദാറ്റ് എന്നാണ് പ്രയോഗിക്കേണ്ടത്.
ഇനി ഗെറ്റ് ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക എന്നർത്ഥം. അപ്പോൾ നമുക്കൊരു ഒരു ചെറിയ സംഭാഷണം. ഒരാൾ ചോദിക്കുകയാണ്, ദെൻ ഷീ ഗോട്ട് ആംഗ്രി, എന്നിട്ട് അവൾക്ക് ദേഷ്യം വന്നോ? പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ദെൻ ഡിഡ് ഷീ ഗെറ്റ് ആംഗ്രി എന്നാണ് വേണ്ടത്. ഇനി അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്, മൈ ഗുഡ്നസ് ഷീ വെൻറ്റ് മാഡ് ടോൾഡ് ഹിം ടു റിസൈൻ എന്നാണ്. മൈ ഗുഡ്നസ്, എൻ്റെ ദൈവമേ, അവൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായി, അവനോട് രാജിവെക്കാൻ പറഞ്ഞു എന്നാണ്. ടോൾഡ് ഹിം ടു റിസൈൻ, അവനോട് രാജിവെക്കാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ആദ്യത്തെ ആൾ ചോദിക്കുകയാണ്, ആൻഡ് ഹി ഡിഡ് ഓർ ആൻഡ് ഹി റിസൈൻഡ്. അവിടെ ആൻഡ് ഹി ഡിഡ് എന്നോ ആൻഡ് ഹി റിസൈൻഡ് എന്നോ ചോദിക്കാം, രണ്ട് ചോദിച്ചാലും. എന്നിട്ട് അവൻ അത് ചെയ്തോ എന്നാണ് മറുപടി പറയുന്നത്. ഡോണ്ട് നോ, അറിയില്ല. ഐ എസ്കേപ്ഡ് ഫ്രം ദർ, ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. ഇനി നമുക്ക് സാധാരണ പറയുന്നത് പോലെയുള്ള ഒന്ന് രണ്ട് സ്പോക്കൺ ഫ്രേസ് കൂടി പറയാം. ഒരു സ്പോക്കൺ ഫ്രേസ് ഞാൻ നേരത്തെ പറഞ്ഞു, പണി കിട്ടി എന്നുള്ളത്. ഇനി ഐ ഗോട്ട് എ ഷോക്ക് വെൻ ഐ സോ ദ ബിൽ. ആ ബില്ല് കണ്ടപ്പോൾ ഞാൻ ഷോക്ക് അടിച്ചതുപോലെയായി. ആ ഗോട്ട് എ ഷോക്ക് എന്ന് പറയുന്നതിന് ഷോക്ക് അടിച്ചു എന്നർത്ഥം. ഷോക്ക് അടിച്ചതുപോലെ ആയി എന്നുള്ള ആ ഷോക്ക് അടിച്ചു എന്നർത്ഥം. ഇനി അതിന് പകരം ചിലപ്പോൾ നമ്മൾ കണ്ണ് തള്ളിപ്പോയി എന്നായിരിക്കും ചിലപ്പോൾ പറയാം. അപ്പോൾ കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതിന് ഇംഗ്ലീഷ് പറയേണ്ടത് മൈ ഐസ് പോപ്ഡ് എന്നാണ്. മൈ ഐസ് പോപ്ഡ്. ഇനി വെൻ ഐ സോ ദ ബിൽ എന്ന് പറഞ്ഞാൽ ബില്ല് കണ്ടപ്പോൾ എന്നർത്ഥം. വെൻ ഐ സോ ദ ബിൽ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പറയാം, നിങ്ങൾ എന്നെ അവിടെ കുഴപ്പത്തിലാക്കി എന്ന് നമുക്ക് പറയാം. ആ പറയുന്നതാണ് അതിന് യു ഹാവ് ഗോട്ട് മീ ദർ എന്നാണ്. യു ഗോട്ട് മീ ദർ എന്ന് പറഞ്ഞാൽ മതി. യു വേണമെന്നില്ല, യു ഗോട്ട് മീ ദർ എന്ന് പറഞ്ഞാൽ മതി. ചോദ്യം, ഹൗ യു സ്പെൽ ക്യൂ. ആ ക്യൂ എന്നുള്ള ആ വേർഡിനെ എങ്ങനെയാണ് നിങ്ങൾ, എൻ്റെ സ്പെല്ലിംഗ് എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ, യു ഗോട്ട് മീ ദർ, നീ എന്നോട് കുഴപ്പത്തിലാക്കി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് അറിയില്ല, പറയാൻ കഴിയില്ല എന്നാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് കരുതുന്നു. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.